ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ രണ്ട് കുഞ്ഞി പ്രാവുകുട്ടികളെ കിട്ടി, റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇൻട്രോ ഒക്കെ അപ്പം തന്നെ എടുത്ത് വീഡിയോ എന്നിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ജാനി കരയുന്ന സൗണ്ടും ഇതൊക്കെ ഉണ്ടായിട്ട് ചൈൽഡ് വയലൻസ് ആണ് അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് അത് റിമൂവ് ചെയ്ത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ ഇൻട്രോ എടുത്തിട്ടാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഇതാണ് നമ്മുടെ പ്രാവും കുഞ്ഞന്മാർ. ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ നിന്നാണ് ഇവരെ രണ്ടുപേരെയും കിട്ടിയത്. എന്തായാലും നല്ല രീതിയിൽ ഇവർക്ക് പരുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് മറ്റ് പ്രാവുകളിൽ നിന്ന് നല്ല രീതിയിൽ കൊത്തു കിട്ടിയിട്ടുള്ള അടയാളങ്ങൾ ഇവരെ മേത്തുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇവരെ ഒന്ന് പരിപാലിക്കണം, എന്നാലേ ഇവർ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കഴിച്ചിലാവാൻ ചാൻസ് ഉള്ളൂ. അപ്പം നമുക്ക് എന്താക്കാം, ആദ്യം തന്നെ ഇവർക്കൊരു കൂട് സെറ്റാക്കി കൊടുക്കാം. തൽക്കാലം ചെറിയൊരു കൂട് ഇവർക്ക് സെറ്റാക്കാം. കാരണം ഇപ്പോൾ ചെറിയ കുട്ടികളാണല്ലോ, പിന്നെ അവർ വളരുന്നതിനനുസരിച്ച് നമുക്ക് ഇവരെ വേറെ കൂടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ആവിപാത്രത്തിൻ്റെ ബോക്സാണ്. അപ്പോൾ ഈ ആവിപാത്രത്തിൻ്റെ ബോക്സ് താൽക്കാലികമായിട്ട് ഇവർക്ക് ഒരു കൂടാക്കി മാറ്റാമെന്ന് ഏട്ടൻ വിചാരിച്ച്. അങ്ങനെ ഏട്ടൻ ആദ്യം തന്നെ ആ കൂട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ചേരിപ്പൊളി, നമ്മുടെ ചകിരിത്തുപ്പാണ് ആദ്യം നമ്മൾ അതിലിട്ടത്. കാരണം അവർക്ക് കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിനുശേഷം ഞാൻ ഇവരെ നോക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തു കൂടുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കുത്തു കൂടുന്നതല്ല, അവർക്ക് വിശന്നിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് നേട്ടൻ പറഞ്ഞു. കാരണം വല്ലാത്ത അവശ നിലയിലാണ് രണ്ടും ഉള്ളത്. ഒന്നിന് തീരെ വയ്യ. ഒരു പ്രാവൻകുട്ടിക്ക് നല്ല രീതിയിൽ പരിക്കുണ്ട്, ഒരു ആക്റ്റീവ് അല്ലാത്ത മാതിരിയാണ് ഒരാൾ, മറ്റൊരാൾ കുറച്ച് ബെറ്ററാണ്. അങ്ങനെ തോന്നി എനിക്ക് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ എന്താക്കാം, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരിപാലിച്ച് ഇവരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്താം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഏട്ടന് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ പരിപാലിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. എപ്പോഴും ഏട്ടൻ പറയും, ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ, ഒരു വെറ്റിനറി ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനി ആവൂലല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം, അവർക്ക് എന്തെങ്കിലും ഫുഡ് നമ്മൾ സെറ്റാക്കണം. അപ്പോൾ ഇവരെ നമുക്ക് കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ കിട്ടിയ ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കാണ് നമ്മൾ കടല ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ അത് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ അരമണിക്കൂറല്ല, ഒരു 20 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ടൊന്നും കടല അത്ര പുതർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് എങ്ങനെ ഏട്ടന് മാത്രമേ അറിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ആദ്യം അവരെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് അവരുടെ വയറ്റിലേക്ക് എത്തണം, വെള്ളം കൊടുക്കണം, അതായിരുന്നു ലക്ഷ്യം. അപ്പം നമ്മുടെ ഈ കടല നല്ല രീതിയിൽ എന്നിട്ട് നമ്മൾ പൊടിക്കുക, അങ്ങനെ കുത്തിയിട്ട് നമ്മൾ കുത്തുന്നത് വെച്ചിട്ട് നല്ല രീതിയിൽ ചതച്ചിട്ടൊക്കെയാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ ഇവർ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ഇതിന് നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു പ്രാവുംകുട്ടികളായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.